ഇബ്രാഹിം നബിയെ നമ്രൂദ് തീക്കുണ്ടാരത്തിലോട്ട് എറിഞ്ഞതുപോലെ തീക്കുണ്ടാരത്തിലോട്ട് വലിച്ചെറിയപ്പെട്ട മനുഷ്യനാണ് അബൂ യൂസുഫുൽ ഖസ്ലാൻ. അവിടുന്നൊരു ദിവസം ആശാരി പണിക്കാരനായിരുന്ന മനുഷ്യനാണ്. പ്രവാചകനെ കണ്ടിട്ടില്ല, സ്വഹാബത്തിനെ കണ്ടിട്ടുണ്ട്, സ്വഹാബത്തിനോടൊപ്പം ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ടിട്ടുണ്ട്. മദീനത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. യൂസുഫുൽ ഖസ്ലാനി എന്നവരോ അസ്വദുൽ അൻസി എന്ന പേര് പറയപ്പെടുന്ന കള്ളപ്രവാചകനെതിരെ പോരാടിയവനാ. അസ്വദുൽ അൻസി എന്ന് പേര് പറയപ്പെടുന്ന ഒരു കള്ളപ്രവാചകൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന് ശേഷം രംഗപ്രവേശനം ചെയ്തു. ധാരാളം സമ്പത്തുള്ളവനാണ്, ഒരുപാട് അധികാരമുള്ളവനാണ്. അവനെന്തു പറഞ്ഞാലും കേൾക്കുന്ന ഒരുപാട് ആളുകൾ അവനുണ്ടായിരുന്നു. കാരണം കോടീശ്വരനാണല്ലോ, ഒരുപാട് സമ്പത്തുള്ളവനാണല്ലോ, അധികാരമുള്ളവനാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്തിന് ശേഷം സൗദി അറേബ്യയുടെ മണ്ണിലൂടെ നാട് നീളം മുഴുവനും അവൻ നടന്നു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന് ശേഷം അല്ലാഹു എന്നെ പ്രവാചകനായിട്ട് നിയോഗിച്ചിരിക്കുകയാണ്, ഞാൻ പ്രവാചകനാണ്. ഇന്നീ നബിയല്ലാഹ്, ഞാൻ നബിയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കണം. ഈമാനില്ലാത്ത, ഈമാനിൽ ബലഹീനതയുള്ളവരോ അവൻ പറയുന്നത് കേട്ടു, അവന്റെ സമ്പത്ത് കണ്ട് മോഹിച്ചതവന്റെ കൂടെ കടന്നു പോവുകയാണ്. അല്ലാഹുവേ, യമനെന്ന് പറയുന്ന രാജ്യത്തോട്ടും അവൻ കടന്നു വന്നു. ധാരാളം ആളുകളെ ഇസ്ലാമിൽ നിന്ന് വഴിപഴപ്പിക്കുവാൻ വേണ്ടി അവൻ പരിശ്രമിച്ചു. യൂസുഫുൽ ഖസ്ലാനി എന്ന് പേര് പറയപ്പെടുന്ന ആശാരി പണിക്കാരനായിരുന്ന ചെറുപ്പക്കാരൻ ഈമാനുള്ളവനായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകനോട് വല്ലാത്ത ബഹുമാനമായിരുന്നു. ഒരുപാട് ഹദീസുകൾ അറിയാവുന്ന ആളായിരുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ മനപ്പാഠമാക്കിയവനായിരുന്നു. അസ്വദുൽ അൻസിയുടെ മുഖത്തു നോക്കി പറയുകയോ, അന്ത കദ്ദാബ്, നീ പറയുന്നത് നുണയാ, നീ പറയുന്നത് കള്ളമാ. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ അവസാനത്തെ നബിയാ. ലാ ബഅദ നബി, നബിതങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകനും കടന്നു വരില്ലെന്നോ അല്ലാഹുവിന്റെ ഹബീബ് തന്നെ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിന്നെ വിശ്വസിക്കുവാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് എന്നെ എന്റെ വഴിക്ക് വിട്ടേക്കെന്ന് പറഞ്ഞു യൂസുഫുൽ ഖസ്ലാനി തങ്ങളവന്റെ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി നടക്കുകയോ. യാ അല്ലാഹ്, എല്ലാവരും തന്നെ കൊണ്ട് വിശ്വസിക്കുമ്പോ ഒരുപാട് ചെറുപ്പക്കാര് താൻ പറയുന്നത് കേട്ട് തന്റെ കൂടെ കൂടിയപ്പോൾ ഹബീബുന്ന അതാ യൂസുഫുൽ ഖസ്ലാനി മാത്രം കൂടെ കൂടുന്നില്ല. അവനെ ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലോട്ട് വലിച്ചെറിഞ്ഞതുപോലെ തീക്കുണ്ടാരത്തിലോട്ട് വലിച്ചെറിയുവാൻ വേണ്ടി അസ്വദുൽ അൻസി എന്ന കള്ളപ്രവാചകൻ തന്റെ പട്ടാളക്കാരോട് പറയുമ്പോ 30 വയസ്സ് മാത്രം പോലും പ്രായമില്ലാത്ത യൂസുഫുൽ ഖസ്ലാനി തങ്ങള് അവിടുന്ന് അസ്വദുൽ അൻസിയുടെ പട്ടാളക്കാര് തീക്കുണ്ടാരത്തിലോട്ട് എറിയുകയോ. ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലോട്ട് എറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞതുപോലെ യൂസുഫുൽ ഖസ്ലാനി തങ്ങളും പറഞ്ഞത്ര, ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു, എനിക്കെന്റെ റബ്ബ് മതി, നിങ്ങളാരും എന്നെ സഹായിക്കണ്ട, എന്റെ റബ്ബിനെ ഞാൻ ബരമേൽപ്പിക്കുകയാ എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് തീക്കുണ്ടാരത്തിലോട്ട് വലിച്ചെറിയപ്പെടുന്നത്. അല്ലാഹു രക്ഷപ്പെടുത്തി സഹോദരാ. യൂസുഫുൽ ഖസ്ലാനി തങ്ങൾ യമനെന്ന രാജ്യത്ത് നിന്ന് രക്ഷപ്പെട്ടു, മദീനയിലോട്ട് കടന്നു വന്നു. അബൂബക്കർ തങ്ങളുടെ കാലമാ, ഉമർ തങ്ങൾ മഹാനായ യൂസുഫുൽ ഖസ്ലാനി തങ്ങളെ കണ്ടു. മദീനത്തെ പള്ളിയില് 100 കണക്കിന് സ്വഹാബത്തിന്റെ കൂടെ ഏറ്റവും നല്ല രീതിയിൽ നമസ്കരിക്കുന്ന പുതിയ ചെറുപ്പക്കാരൻ, അവൻ ആരാണെന്ന് മനസ്സിലാക്കുവാൻ അബൂബക്കർ തങ്ങൾ കടന്നു വന്നു. അല്ലാഹുവേ,
എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോ യൂസുഫുൽ ഖസ്ലാനി തങ്ങൾ പറഞ്ഞു, യമനിൽ നിന്നാ വരുന്നത്, യമനിൽ നിന്നാണ് വരുന്നത്. ഉമർ തങ്ങളും അബൂബക്കർ തങ്ങളും ചോദിക്കുകയാണ്, അല്ല സഹോദരാ, അസ്വദുൽ അൻസിയുടെ പട്ടാളക്കാര് ഈമാനുള്ളൊരു ചെറുപ്പക്കാരനെ തീക്കുണ്ടാരത്തിലോട്ട് വലിച്ചെറിഞ്ഞെന്ന് ഞങ്ങൾ കേട്ടല്ലോ, ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടെന്ന് കേട്ടല്ലോ, താങ്കളാണോ ആ ചെറുപ്പക്കാരൻ എന്നവിടെന്ന് ചോദിക്കുമ്പോ യൂസുഫുൽ ഖസ്ലാനി എന്ന വിനയം മുഖമുദ്രയാക്കിയ, പബ്ലിസിറ്റി ആഗ്രഹിക്കാത്ത, നാലാളുകളുടെ മുന്നിൽ തനിക്ക് അംഗീകാരം വേണമെന്ന് ശാഠ്യം പിടിക്കാത്ത വിനയത്തിന്റെ ആൾരൂപമായ യൂസുഫുൽ ഖസ്ലാനി തങ്ങൾ പറഞ്ഞു, മാ അസ്മഉ ശൈആ, എനിക്കറിയില്ല തങ്ങള്, എനിക്കറിയില്ല തങ്ങള്. അവരുടെ ചോദ്യത്തിൽ നിന്നും വഴുതി മാറുകയാണ്, അവരുടെ ചോദ്യത്തിൽ നിന്നും വഴുതി മാറുകയാണ്. അവസാനം ഇവരുടെ ചോദ്യം തുടർന്നപ്പോൾ ഗത്യന്തരമില്ലാതെ താനാണ് മനുഷ്യനെന്നോ മഹാനായ അബൂബക്കർ തങ്ങളോട് യൂസുഫുൽ ഖസ്ലാനി തങ്ങൾ അവിടുന്ന് മറുപടി കൊടുക്കുകയാണ്. ഈ സമയത്ത് അബൂബക്കർ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയുമോ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, ഇബ്രാഹിം നബിയെ പോലെ പരീക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനെ കാണാൻ ജീവിതത്തിൽ അവസരം തന്ന അല്ലാഹ്, നിനക്കാണ് റബ്ബേ സർവസ്തുതിയും, നിനക്കാണ് സർവസ്തുതിയും, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് യൂസുഫുൽ ഖസ്ലാനി തങ്ങളുടെ കൈ പിടിച്ചു പൊട്ടിക്കരഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ, അതുകൊണ്ട് ഹസ്ബി അല്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞവരോ, മനസ്സിന്റെ അകത്ത് ഉറപ്പിച്ചു പറഞ്ഞ ഒരാളും ഇന്ന് വരെ പാഴായിട്ടില്ല. അവൻ ഇന്ന് ദുഃഖമാണെങ്കിൽ നാളെ സന്തോഷമാണോ? കാരണം അവൻ വരമേൽപ്പിച്ചിരിക്കുന്നത് അല്ലാഹുവിനെയാണ്. ഉപ്പാ, ഈ സദസ്സിൽ വെച്ചൊരു തീരുമാനമെടുക്കൂ, എനിക്കെന്റെ റബ്ബ് മതി എന്നുള്ള തീരുമാനം, എന്റെ പ്രയാസങ്ങൾ മാറ്റാൻ അല്ലാഹുവിനെ കൊണ്ട് കഴിയുമെന്ന നിശ്ചയദാർഢ്യം, ആ നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലോ ഫല്ലാഹു ഖൈറുൻ ഹാഫിളാ വഹുവ അർഹമുർ റഹീമീൻ. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ പ്രതിസന്ധികൾ മാറ്റിയിട്ടോ അല്ലാഹു നിങ്ങൾക്ക് സന്തോഷം തരുമെന്നോ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഭാഗ്യം തരുമാറാവട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാവട്ടെ. ഈ സദസ്സിൽ വെച്ച് മനസ്സറിഞ്ഞെന്നു പറ, ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. അല്ലാഹു നമ്മുടെ സർവ്വ പ്രയാസങ്ങളും മാറ്റി തരുമാറാവട്ടെ, അല്ലാഹു മാറ്റി തരുമാറാവട്ടെ. അല്ലാഹ് നമ്മളെ സ്വീകരിക്കണമെങ്കിൽ ചില വഴികളുണ്ട്. ഹസ്ബി അല്ലാഹ് എന്നൊക്കെ പറയുമ്പോ അല്ലാഹു കേൾക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒരു 3 കാര്യങ്ങൾ പറഞ്ഞു തരാം, എന്നിട്ട് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാവട്ടെ. അല്ലാഹു നമ്മൾ ദുആ ചെയ്യുമ്പോ നമ്മുടെ ദുആ അല്ലാഹു കേൾക്കണമെങ്കിൽ ഒരു 3 കാര്യമുണ്ട്. ഒരുപാടൊന്നുമില്ല, ഒരു 3 കാര്യം ജീവിതത്തിൽ ചെയ്യും എന്നുറപ്പുള്ളവരൊന്ന് കൈവക്കിക്കേ. അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഒന്ന് കേട്ടോളി, അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിക്കലാണ്, അല്ലാഹുവിന്റെ കലാമിനെ സ്നേഹിക്കലാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിആ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ.
അള്ളാഹു പറഞ്ഞതെന്തെന്നറിയുമോ? എന്റെ കലാമുണ്ടല്ലോ 6600 പരം ആയത്തുകളുള്ള അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ എങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അള്ളാഹു ഇറക്കിയതെങ്കില്, ജിബ്രീൽ തങ്ങൾ ഖുർആൻ പർവ്വതത്തിന്റെ മുകളിലോട്ടെങ്ങാനും ഇറക്കിയിരുന്നെങ്കില് ആ പർവ്വതം ഭാരം താങ്ങാനാകാതെ പൊട്ടിത്തകർന്നു പോകുമായിരുന്നെന്നോ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.